ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ബോറോളിൻ ഫേസിൽ ഇടാമോ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കുറെ ആൾക്കാരുടെ ഡൗട്ടാണ്, ബോറോളിൻ സേഫ് ആണോ, അല്ലെങ്കിൽ ബോറോളിൻ വന്നിട്ട് ആയുർവേദിക് ആണോ. ഞാൻ ഈ ഒരു ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇത് ആക്ച്വലി ആയുർവേദിക് ആണ്, പക്ഷെ എന്നാലും അത് അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് പേർക്ക് മടിയാണ്. ആന്റിസെപ്റ്റിക് ആയുർവേദിക് ക്രീം ഇതിൽ എങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ ഇതിന്റെ ആ ഒരു ഫുൾ നെയിമിന്റെ തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ബോറോളിൻ അങ്ങനത്തെ ഒരു ക്രീമാണ്, എത്രയോ വർഷങ്ങളായിട്ട് നിലവിലുള്ള ക്രീമാണ്. ഇത് ആക്ച്വലി ഇപ്പൊ 40 രൂപയാണ്. ഞാൻ മുന്നേ വാങ്ങിക്കുമ്പോൾ 45 രൂപയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന സാധനങ്ങളും ഇപ്പൊ വില കുറച്ചതാണോ അതോ മുന്നേ ഇരുന്ന സ്റ്റോക്ക് ആണോ എന്ന് എനിക്കറിയത്തില്ല. ഇതിപ്പോ എന്റെ എത്രാമത്തെ ട്യൂബ് ആണെന്ന് പോലും എനിക്കറിയില്ല. ഇത് ഫേസിൽ ഇടാവോ എന്ന് ചോദിച്ചാല് ഉറപ്പായിട്ടും ഫേസിൽ ഇടാം. ഞാൻ എന്നെ ഈ മുഖത്തൊക്കെ എന്തെങ്കിലും വല്ല കൊതുകൊക്കെ കടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചൊറിയുന്ന സമയത്ത് എനിക്ക് ചൊറിച്ചിൽ വന്ന് അപ്പൊ തന്നെ ഇടാറുണ്ട്. ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ഇപ്പൊ ആക്നി, എനിക്കിപ്പോ ആക്റ്റീവ് ആക്നി അങ്ങനെ ഇല്ല, എനിക്കിങ്ങനെ ഹെഡ്സ് ആയിട്ട് വരാറുണ്ട്. ഇപ്പൊ ഒരു വൈറ്റ് ഹെഡ് ഇങ്ങനെ ഉള്ളിലുണ്ടാവും. നമ്മൾ ജസ്റ്റ് അതിനെ ഒന്ന് പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ അതിങ്ങ് പോരത്തുള്ളൂ. അപ്പൊ അതായത് വൈറ്റ് ഹെഡ്സിന്റെ പറ്റിയ ഒരു ടൂൾ ഉണ്ടല്ലോ, വൈറ്റ് ഹെഡ് റിമൂവ് ചെയ്യുന്ന ആ ഒരു നീഡില്, അത് വെച്ചിട്ട് ഞാൻ അതിനെ ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ ജസ്റ്റ് അവിടെ ഒരു ബമ്പ് പോലെ ഇങ്ങനെ റെഡ് കളറിൽ ഇരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇതേ ഒരു ശകലം ഇങ്ങനെ എടുത്തിട്ട് ഇപ്പൊ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഇങ്ങനെ അങ്ങ് തൊട്ടങ്ങ് കൊടുക്കും. മനസ്സിലായോ? ഇവിടെ ഒരു കൊതുക് കടിച്ചിരിക്കും, ഒരു ചൊറിയുന്നുണ്ട്. അത് ഞാൻ പിന്നെ അതവിടെ ഇരിക്കട്ടെ. മനസ്സിലായോ? അതായത് നമുക്ക് യാതൊരുവിധ പ്രശ്നവും ഈ സാധനം കൊണ്ട്, എനിക്ക് ഇന്ന് വരെ ഇതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എനിക്കൊരു ബ്രേക്ക്ഔട്ട്സും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നും പറഞ്ഞ് ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാകുന്ന എല്ലാവർക്കും നിങ്ങളുടെ യൂസ് ചെയ്തുകൊണ്ട് ബോറോളിന്റെ കുഴപ്പമില്ല, നിങ്ങളുടെ കുഴപ്പമാണ് എന്നല്ല ഞാൻ പറയുന്നത്. അതായത് നമ്മൾ ഒരു സാധനം, ഇപ്പൊ ഏതൊരു സാധനവും നമ്മൾ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, ഞാൻ മുന്നേയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ എന്ത് സാധനം ഫേസിൽ അപ്ലൈ ചെയ്താലും പുതിയ ഒരു സാധനമാണ് നമ്മുടെ സ്കിന്നിന്. എസ്പെഷ്യലി നമ്മുടെ ഫേസ് എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആണ് കമ്പയർ ടു നമ്മുടെ ഏതെങ്കിലും ഇപ്പൊ കയ്യിലോ കാലിലോ നമ്മുടെ മേത്തോ എവിടെ തേക്കുന്നതിനേക്കാളും ഫേസ് എന്ന് പറയുന്നത് പെട്ടെന്ന് കുറച്ചും കൂടെ സെൻസിറ്റീവ് ആണ്. പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കാണാനും പറ്റും. നമ്മുടെ ഫേസ് ഇപ്പൊ കൈയൊക്കെ ആണെങ്കിൽ നമുക്ക് മറച്ചു വെക്കാം, ഫേസിനെ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫേസിലേക്ക് എന്തൊരു സാധനം അപ്ലൈ ചെയ്യുമ്പോഴും നമ്മുടെ ഈ ചെവിയുടെ ബാക്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ സാധനം എന്നൊക്കെ പറഞ്ഞാൽ ചെവിയുടെ ബാക്കിൽ ഇട്ടാലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമ്മുടെ ഫേസിൽ ഇടുമ്പോൾ എന്തെങ്കിലും എന്താണ് സൈഡ് എഫക്ട് നിങ്ങളുടേതായിട്ടുള്ള സ്കിന്നിൽ ഇത് അലർജി ഉണ്ടാക്കുമോ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പൊ വേറെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഈ ചെവിയുടെ ബാക്കിൽ അല്ലെങ്കിൽ ഈ കൈയുടെ ഇവിടെയൊക്കെ ഒന്നോ രണ്ടോ ദിവസം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അലർജി ഒന്നുമില്ല, ഡയറക്ട്ലി നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അത് ഫുൾ ഫേസിൽ ഇടുന്ന പ്രൊഡക്റ്റുകൾ. ഇൻ കേസ് ഈ ഒരു ഓയിൽമെന്റ് ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത്, പക്ഷെ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് നിങ്ങളുടെ സ്കിന്നിൽ പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ചെവിയുടെ ക്ലോസ് ആയിട്ടുള്ള ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് 2-3 ആക്നിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. ഫേസിൽ ഫുൾ ആക്നി ഉള്ള ആളുകൾ അല്ലെങ്കിൽ മാർക്കുള്ള ആളുകൾ, ഇപ്പം ഫേസിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തും മാർക്കുണ്ട്, ഇപ്പൊ ഇവിടെ ഒരു മാർക്ക് ഉണ്ടെന്ന് വെക്കുക, ഇവിടെ ഒരു 3 ദിവസം നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഒരു കുരു, ഇവിടെ ഇപ്പൊ ഒരു 3 കുരു ഇവിടെ അടുപ്പിച്ചുണ്ടെങ്കിൽ ജസ്റ്റ് ഈ 3 കുരുവിൽ മാത്രം നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. കുരുവിൽ മാത്രം അപ്ലൈ ചെയ്ത് നോക്കുക. ഒരിക്കലും ഇപ്പൊ ഇത് കണ്ടോ, ഇതുപോലെ ഒരിക്കലും ചെയ്യരുത്. ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ സ്പോട്ട് ട്രീറ്റ്മെന്റ് മാത്രമേ ചെയ്യാവുള്ളൂ. ഇങ്ങനെ എടുക്കുക. ഇപ്പൊ ഇവിടെ ഇതെന്റെ ഒരു മറുക കാണുന്നുണ്ടല്ലോ, ഇതാണ് സ്പോട്ട് ട്രീറ്റ്മെന്റ്. ഇങ്ങനെ മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ. അല്ലാതെ നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫേസിൽ മൊത്തം വാരി പൊത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് ഇച്ചിരി ഒരു ഓയിലി പോലത്തെ ഒരു കണ്ടന്റ് ഉണ്ട് ഇതിനകത്ത്. ഒരു ക്രീമാണ്, കാരണം ഇതൊരു ഓയിൽമെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ടെക്സ്ചർ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതൊരു ആന്റിസെപ്റ്റിക് ആയുർവേദിക് ക്രീമാണ്. ക്രീം ഓൾസോ കുറച്ച് ക്രീമിയാണ്. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിന്റെ പ്രശ്നമല്ല. നിങ്ങളിപ്പോ ഈ സാധനം ഇങ്ങനെ ഇതുപോലെ ഇട്ടു, ഞാൻ ഇത് വിട്ട് കിടന്നുറങ്ങിയെന്ന് വിചാരിക്കും. ഇപ്പൊ നമ്മുടെ കമ്പിളിയിൽ ചിലപ്പോൾ നമ്മൾ വീക്ക്ലി നമ്മൾ വാഷ് ചെയ്യുന്ന നമ്മുടെ കമ്പിളി ആയിരിക്കും, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ആയിരിക്കും, ഒക്കെ ആണെന്നുണ്ടാലും പക്ഷെ എന്നാ സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഈ ഡസ്റ്റ് വന്നിട്ട് കൂടുതൽ, ഇപ്പൊ നമ്മുടെ ഫേസ് ബാക്കിയെടുത്ത് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഈ ഒരു ക്രീമിന് എന്താണ്, ഇത് കുറച്ച് ഓയിലി ആയിട്ടിരിക്കുവാണല്ലോ, ഇവിടെ ക്രീമായിട്ടിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് ഈ പൊടിയെല്ലാം കൂടെ വന്നിരിക്കുകയും ഇവിടുന്ന് ഈ ആക്നി അല്ലെങ്കിൽ പിമ്പിൾ ആയിട്ട് ഇത് വരികയും ചെയ്ത് സ്വാഭാവികമാണ്. ഇത് ഈ ക്രീം വേണം എന്നില്ല. എന്തൊരു സാധനം അല്ലെങ്കിൽ ഒരു ഓയിലി ഇച്ചിരി ഇങ്ങനെ ക്രീമി പോലെ ഇരിക്കുന്ന ഓയിലി ആയിട്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും അത് നമ്മൾ ഫേസിൽ ഇട്ടിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ഇതേ സെയിം എക്സ്പീരിയൻസ് ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാവുക തന്നെ ചെയ്യും. ഉണ്ടായില്ലെങ്കിലാണ് നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും വിഷയം എന്ന് പറയുന്നത്. കാരണം അതിന് ഡസ്റ്റ് എങ്ങനെയായാലും വെളിയിൽ കളഞ്ഞേ പറ്റത്തുള്ളൂ സ്കിന്നിന്. അപ്പൊ നിങ്ങൾ ഒരു പരിധി വരെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സാധനത്തിന്റെ മിസ്റ്റേക്ക് ആണോ അല്ലെങ്കിൽ ആ സാധനം യൂസ് ചെയ്യുന്നതിന്റെ മിസ്റ്റേക്ക് ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം, അനലൈസ് ചെയ്യുക. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഏരിയയിൽ മാത്രം യൂസ് ചെയ്യുക. പിന്നെ ചില ആളുകൾ ചോദിച്ചു, ഈ മുഖത്തിന്റെ ഈ ഒരു
വായിന്റെ ചുറ്റും ബ്ലാക്ക് പോലെ ഇങ്ങനെ വരുന്നുണ്ട്, അതിന് യൂസ് ചെയ്യാവോ എന്ന് ചോദിച്ചാൽ എനിക്ക് എന്റെ ഒരു സജഷൻ ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു രാത്രി ഒരു 7 മണിയാകുമ്പോഴത്തേക്കിനും ഒന്ന് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഒരു 2 ദിവസം അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 7 മണിയാകുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്ത് ഒരു 2 മണിക്കൂർ ഇത് ഫേസിൽ വെച്ചിട്ട് നിങ്ങൾ ഫേസ് വാഷ് ചെയ്തിട്ട് കിടക്കുക. ഒരിക്കലും ഇതുമായിട്ട് പോയി കിടക്കരുത്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു കേസാണ് നിങ്ങൾക്ക് കിടക്കാം, കാരണം ഇത് ഓട്ടോമാറ്റിക്കലി കുറച്ച് കഴിയുമ്പോൾ പോകും. ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല, കാരണം ഇത് ശകലവേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഫേസിന്റെ ഇപ്പൊ ഈ വായിന്റെ ഒരു ഏരിയ ഫുള്ള് നിങ്ങൾ ഇട്ടിട്ട് പോയി കിടന്നാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവും. കാരണം ഈ പറയുന്ന പൊടിയെല്ലാം കൂടെ കയറി അവിടെ ഇരുന്ന് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവും. ചില ആളുകൾ ചോദിച്ചിരുന്നു ഡാർക്ക് സ്പോട്ട്, നമ്മുടെ ഡാർക്ക് സർക്കിളിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാവോ എന്ന്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഡാർക്ക് സ്പോട്ട് ഒക്കെ വരുന്ന ഡാർക്ക് സർക്കിൾ എങ്ങനെയാ വരുന്നത് വെച്ചാൽ, ഒന്നാമത് സ്ട്രെസ്, ടെൻഷൻ, ഈ പറഞ്ഞ ഉറക്കമില്ലായ്മ, ഇതൊക്കെ കൊണ്ട് ഓവർ യൂസ്, നമ്മൾ ഫോണുമായിട്ട് ഓവർ എന്താണ് ഫുൾ ടൈം ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക, അങ്ങനത്തെ ഒരുപാട് കേസിലും ചിലർക്ക് അലർജി പരമായിട്ടും ചിലർക്ക് പാരമ്പര്യമായിട്ടും ഒക്കെ ഡാർക്ക് സർക്കിൾസ് വരാറുണ്ട്. അപ്പോ നിങ്ങളുടേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 70% ആൾക്കാരുടെയും അവരുടെ ഉറക്കക്കുറവും കാരണങ്ങളും കൊണ്ടായിരിക്കും. 30% ആൾക്കാർക്കായിരിക്കും അലർജി അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് പോവത്തില്ലാത്ത സാധനമുള്ളൂ. പക്ഷെ ഒരു പരിധി വരെ ഈ ഒരു ക്രീം എന്നല്ല, ഏതൊരു സാധനമാണെന്നുണ്ടെങ്കിലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് നമ്മുടെ കണ്ണിന്റെ അവിടെ ഇങ്ങനെ ഒരു 2 മിനിറ്റ് ഒരു മസാജ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ഒരാഴ്ച കഴിയുമ്പോൾ നമ്മുടെ ഡാർക്ക് സർക്കിൾ ഒന്ന് റെഡ്യൂസ് ആകും. അത് ഈ പ്രൊഡക്റ്റ് വേണമെന്നില്ല, ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അത് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തിടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ട്. എനിക്ക് വേണമെങ്കിൽ ചെയ്യാം, കാരണം എനിക്ക് ഡാർക്ക് സ്പോട്ട് കണ്ടമാനമാണെന്ന് വെച്ചാൽ ഹിമാലയയുടെ ഒരു ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇത് യൂസ് ചെയ്തെന്നിരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് ഇന്ന് വരെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഞാൻ എല്ലാ സാധനത്തിനും ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പം എന്നെ അറിയാവുന്നവർക്കറിയാം, എന്തെങ്കിലും ഒരു കൈമുറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ഉടനെ ഞാൻ ബോറോളിൽ എടുത്തുകൊണ്ടില്ല. അവരെന്നെ കുറെ ആളുകൾ എന്നെ കളിയാക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഇതുകൊണ്ട് അത്രയും ഗുണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയ സാധനത്തിന് ഇത്രയും പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മൾ എത്രയോ സാധനങ്ങൾ നമ്മൾ അങ്ങനെ കാശ് കൊടുത്ത് ഇങ്ങനെ കാശ് കൊടുത്ത് മേടിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെറിയ എമൗണ്ടിൽ നമുക്ക് ഇത് ഇത്രയും കാര്യങ്ങൾ ഇത് തരുമ്പോൾ ചിലർക്ക് ഇതിന്റെ ഒരു വിലയില്ല, ചിലരങ്ങോട്ട് പുച്ഛിക്കുകയാണ്. അപ്പോൾ ഫേസിൽ ഇത് ഇടാവോ എന്നുള്ള കാര്യം ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആക്റ്റീവ് ആക്നി, ഞാൻ ഈ പറഞ്ഞ ഈ വീഡിയോ കണ്ടിട്ട് മാത്രം നിങ്ങൾ ഇത് ഫേസിൽ ഇടുക. ആരെങ്കിലും പറഞ്ഞു എന്ന് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഇതെടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യരുത്. ഞാൻ എഗെയിൻ ആൻഡ് എഗെയിൻ പറയുകയാണ്. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന മണ്ടത്തരം കൊണ്ട് നിങ്ങൾക്ക് ബ്രേക്ക് ഔട്ട്സ് വന്നാൽ ദയവ് ഇത് നിങ്ങൾ ഇതിനെ പറയരുത്. മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇടേണ്ടി വരുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.